ഹായ്. അട്ടപ്പാടിയിൽ മുള്ളി എന്നൊരു പ്രദേശം, അങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അട്ടപ്പാടി എന്ന് പറയുന്നത് പൊതുവെ ആ ഒരു മേഖല, ആ ഒരു ഘാട്ട് മേഖല അറിയപ്പെടുന്ന ഒരു പേരാണ് കേട്ടോ. പക്ഷേ ചുരം കയറിക്കഴിഞ്ഞാൽ, മണ്ണാർക്കാട് ഭാഗത്തു നിന്നൊക്കെ ചുരം കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ആനകട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടിയുടെ വിശാലമായിട്ടുള്ള ആ ഭൂപ്രദേശങ്ങളാണ്. എന്താണ് മുള്ളിയുടെ ഒരു പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഊട്ടിയിലേക്ക് പാലക്കാട് നിന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എറണാകുളം ഭാഗത്തു നിന്നോ ഒക്കെ വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു വഴി, മുള്ളി വഴി ഉപയോഗിക്കുകയാണെങ്കിൽ ഊട്ടിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും. ഈ ഒരു വഴിയിൽ പോകുമ്പോൾ ഏകദേശം പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ ഏകദേശം ഒരു 120 കിലോമീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 50 കിലോമീറ്ററോളം ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. മേട്ടുപ്പാളയം വഴിയുള്ള ആ ഒരു റൂട്ട് പിടിക്കുകയാണെങ്കിൽ, ഓക്കെ, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ഊട്ടി. അപ്പോൾ പാലക്കാട് വന്ന് ഈ ഒരു റൂട്ടിലൂടെ പോകുന്ന സമയനഷ്ടം, ധനനഷ്ടം, ഇപ്പോൾ വാഹനങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അട്ടപ്പാടി വഴിയുള്ള റൂട്ട് എന്ന് പറയുന്നത് വളരെ ലാഭകരമാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്തായി സംഭവിച്ചിരിക്കുന്ന ഏകദേശം ഒരു 2 വർഷത്തിനകത്ത് സംഭവിച്ച തമിഴ്നാടിൻ്റെ ഒരു വഞ്ചനയുടെ കഥയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നിയമസഭയിൽ നമ്മുടെ മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ഒരു ശ്രദ്ധ ക്ഷണിക്കലുമായിട്ട് വരുന്നുണ്ട്. കാര്യം ഇതാണ്: മുള്ളി വഴിയുള്ള ആ ഒരു റോഡ്, അതിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ ഉടൻ തന്നെ തമിഴ്നാട് സർക്കാർ എന്തടിസ്ഥാനത്തിലാണെന്നറിയില്ല, അവർ ആ ഒരു മുള്ളി വഴി മഞ്ചൂർ, പിന്നെ അവിടെ നിന്ന് ഊട്ടി, ഇങ്ങനെയുള്ള ആ ഒരു വഴിയിലെ യാത്ര, ഒരു തരത്തിലുമുള്ള യാത്രയും ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു ഇവരുടെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഈ വഴിതടയൽ പരിപാടിയുടെ പിന്നാമ്പുറങ്ങൾ എന്നുള്ളത് ഇനിയും പുറത്തോട്ട് വരേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇതിനിവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഒരു ടൈഗർ റിസർവ് മേഖലയാണ് ഈ ഒരു വഴി എന്നുള്ളതാണ്. അതായത് മുള്ളിയിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്ന മഞ്ചൂരിലേക്കുള്ള ഏകദേശം 20 കിലോമീറ്റർ ദൂരത്താണ് ഈ വനമേഖലയുള്ളത്. ബാക്കിയെല്ലാം സാധാരണ കുന്നിൻ പ്രദേശങ്ങളാണ്. മഞ്ചൂരിൻ്റെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, പ്രകൃതി മനോഹരമായിട്ടുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെയുള്ള ഘാട്ട് മേഖലയാണ്, ചുരം മേഖലയാണ്. അപ്പോൾ 40ഓളം ഹെയർ പിന്നുകളുടെ സൗന്ദര്യവും മറ്റുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ചുരം യാത്ര നടത്താവുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ മുള്ളി കഴിഞ്ഞുള്ള ഈ മേഖലയിലെ മഞ്ചൂരിയൻ ചുരങ്ങൾ. അപ്പോൾ മഞ്ചൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെറും 25 കിലോമീറ്റർ ദൂരം കൊണ്ട് നമുക്ക് ഊട്ടിയിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാനുമാവും. ഈ മഞ്ചൂരിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക്